അപ്പൊ ചില കാര്യങ്ങൾ അതാണല്ലോ, ചിലരൊക്കെ വീട് വെച്ച് താമസം മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ രക്ഷപ്പെടും, ചിലപ്പോൾ അത് വലിയ പരാജയമാണ്. ചില വാഹനം എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ, ചില ബിസിനസ്സിൽ പോയി തലകിട്ട് കഴിഞ്ഞാൽ അങ്ങനെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഖൈറും ഷർറും അറിയാത്തൊരു വിഷയമായതുകൊണ്ട് ആദ്യമായിട്ട് ചെയ്യേണ്ടത് 2 റക്അത്ത് നിസ്കരിച്ചു ദുആ ചെയ്യുക. 3 കാര്യങ്ങളിലാണല്ലോ നമുക്കറിയാം, 3 കാര്യങ്ങളിൽ ഷർറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് താമസിക്കുന്ന വീട്ടിൽ ചെറിയ പ്രശ്നമുണ്ടെന്ന, ഷെറുണ്ടെന്ന. ചിലർ വീടിനകത്തേക്ക് താമസം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സമാധാനമില്ല, വലിയ പ്രയാസവും. ഈ അടുത്ത് ഞാനിവിടെ നിങ്ങളുടെ പരിസരത്തൊരു സ്ഥലത്ത്, ഞാൻ സ്ഥലം പറയുന്നില്ല, ഒരിടത്ത് പോയി. ഇപ്പൊ എനിക്കറിയുന്ന ഒരു ചെറുപ്പക്കാരൻ, അവന്റെ വീട് കാണിച്ചു തന്നു. ഉസ്താദ്, ആ കിടക്കണത് എൻ്റെ വീടാ. അവന്റെ ഉപ്പ മരണപ്പെട്ടു. ആ വീട് പണി തീരുന്നതിന് മുമ്പ് എല്ലാവരും കൂടെ അതിനകത്ത് കയറി. അവന്റെ ഉപ്പ മരണപ്പെട്ടു. ഉമ്മ ഇద్దയിരുന്നത് ഇപ്പുറത്തെ വീട്ടിൽ വന്ന്, കുടുംബ വീട്ടിൽ വന്ന് ഇద్దയിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവർ, അത് കഴിഞ്ഞ് ഉമ്മ എന്തായാലും പോയി താമസിക്കാം, വാപ്പ കടന്ന വീടല്ലേ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. ഉമ്മയും മരിച്ചു. അതാ ചില വീട്. ഇന്നും ആ വീട്, ഞാൻ 2 ദിവസം മുമ്പ് ആ വീട് കണ്ടു, പൂട്ടിയിട്ടിരിക്കുകയാണ്. എടാ, കച്ചവടം തുടങ്ങാൻ തീരുമാനിക്കുന്നവര്, വീട് വെക്കാൻ തീരുമാനിക്കുന്നവര്, പെണ്ണ് കാണാ പോകാൻ തീരുമാനിക്കുന്നവര്, വാഹനമെടുക്കാൻ തീരുമാനിക്കുന്നവര്, എടാ, നീ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നീ എന്ത് ചെയ്യണമെന്നറിയുമോ? നീ ഒന്ന് വുളുവെടുക്കണേ. വുളുവെടുത്തിട്ട് നീ 2 റക്അത്ത് നമസ്കരിക്കണേ. നീ വുളുവെടുത്തിട്ട് 2 റക്അത്ത് നമസ്കരിക്കണേ. നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാരപ്പായിൽ എന്നിട്ട് നീ പടച്ചവനോട് പറയണം, ഖൈറും ശർറും നിനക്ക് മാത്രമേ അറിയൂ തമ്പുരാനെ. അല്ലാഹുവേ, ഇത് കച്ചവടം ഖൈറാണോ ശർറാണോ എനിക്കറിയില്ല പടച്ചവനെ, നിനക്കേ അറിയുകയുള്ളൂ. അതുകൊണ്ട് ഞാനൊരു കച്ചവടത്തിന് വേണ്ടി ഇറങ്ങാ പോവുകയാ, ഞാനൊരു വീട് പണിയാൻ വേണ്ടി ഇറങ്ങാ പോവുകയാ. അല്ലാഹുവേ, ഇത് ഖൈറാണെങ്കില്, ഇത് നല്ലതാണെങ്കില് പടച്ചവനെ എല്ലാ വഴിയും നീ തുറന്നു തരണേ അല്ലാ. റബ്ബേ, ഇത് ശർറാണെങ്കില്, ഇത് നഷ്ടത്തിലേക്ക് കൊണ്ടെത്തിക്കുമെങ്കില്, എന്റെ സർവ്വ സമ്പാദ്യങ്ങളും നശിപ്പിച്ച് കളയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുമെങ്കില് അല്ലാഹുവേ, തടസ്സം തരണേ അല്ലാ, തട്ടി മാറ്റണേ അല്ലാ എന്ന് നീ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒന്ന്, എന്തെങ്കിലും ഒരു കാര്യം നീ ചെയ്യാൻ തീരുമാനിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അല്ലാഹുടെ കയ്യിൽ ഏൽപ്പിക്കണം. അല്ലാഹ്, ഞാൻ ഇറങ്ങാൻ പോകുകയാ. അല്ലാഹ്, ഒരു വീട് വെക്കാൻ പോകുകയാ. അല്ലാഹുവേ, ഞാനൊരു കച്ചവടം തുടങ്ങാൻ പോവുകയാ. ഇത് ഖൈറാണോ ഷർറാണോ എനിക്കറിയില്ല, അല്ലാഹ് നിനക്കറിയാം പടച്ചവനെ. അതുകൊണ്ട് ഞാൻ ഇറങ്ങുകയാ. ഇത് ഖൈറാണെങ്കിൽ പോകുന്ന വഴികളെല്ലാം എനിക്ക് തുറന്നു തരണം, ഇത് ഷർറാണെങ്കിൽ നീ തന്നെ ഇത് മുടക്കി തരണം എന്ന് അല്ലാഹുവിനോട് 2 റക്അത്ത് നിസ്കരിച്ച് ദുആ ചെയ്യണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. വീട് കെട്ടിയപ്പോഴോ അല്ലെങ്കിൽ കട തുടങ്ങിയപ്പോഴോ നിങ്ങൾ ആരെങ്കിലും നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ദുആ ചെയ്തിട്ടാണോ നിങ്ങളുടെ കാര്യം തുടങ്ങിയിരിക്കുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരോട്, ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നവരോട് ഞാൻ ചോദിക്കുന്ന ചോദ്യം, നീ അല്ലാഹുവിനോട് ഇത് പറഞ്ഞായിരുന്നു? അല്ലാഹുവിനോട് ചോദിച്ചായിരുന്നു? വീട് വെക്കാൻ തുടങ്ങിയപ്പോൾ 2 റക്അത്ത് നിസ്കരിച്ച് ദുആ ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കുക. ബിസിനസ് തുടങ്ങുന്ന സമയത്ത് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്ത് ആരെങ്കിലും ഉണ്ടെന്ന് കൈപൊക്കിക്കുക. പോട്ടെ, പെണ്ണ് കാണാൻ പോയപ്പോഴെങ്കിലും ചോദിച്ചവരുണ്ടോ? ഇല്ല. ഇതാണ് നമ്മുടെ അവസ്ഥ. നമ്മൾ അങ്ങനല്ല. എല്ലാം കഴിഞ്ഞ് കൊത്തുവാള എടുക്കുമ്പോൾ അല്ലാഹയെ വേണം. എവിടെങ്കിലും പോയി ഒരു ബിസിനസ് തുടങ്ങിയിട്ട് സർവ്വതും നശിച്ച് എല്ലാം തീരാറായി, കടങ്ങളുടെ മേൽ കടങ്ങളുമായിട്ട് പൂട്ടാറാകുമ്പോൾ ഒരു ഉസ്താദ് ദുആ ചെയ്യണം, തങ്ങളെ ദുആ ചെയ്യണം, പള്ളി വന്നിരുന്ന് ദുആ. അപ്പോഴാണോടാ ചങ്ങാതി ചെയ്യേണ്ടത്? നിനക്ക് എത്രയോ സമയമുണ്ടായിരുന്നല്ലോ. അപ്പൊ നാം മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഞാനിത് വെറുതെ പറഞ്ഞതല്ല, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ സഹാബി വന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു കൊടുത്ത മറുപടി ഇതാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുൻഗാമികൾ അങ്ങനായിരുന്നു. എന്ത് കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ചിലരൊക്കെ ഹാജത്ത് നിസ്കരിക്കാറുണ്ട്.
ഹാജത്ത് നിസ്കരിച്ച് 2 റക്അത്ത് നിസ്കരിച്ച് ദുആ ചെയ്തിട്ട് അതാണല്ലേ യാത്രയ്ക്ക് പോകുമ്പോഴും എങ്ങോട്ട് പോകുമ്പോഴും മുൻകാമികൾ അങ്ങനെ ചെയ്യുമായിരുന്നു. പക്ഷെ നമുക്കങ്ങനെയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്ക്, ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ലഭിക്കണമെങ്കിൽ, നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന കാര്യങ്ങൾ അതിൽ ബറക്കത്തുണ്ടാകണമെങ്കിൽ, അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന നിഅമത്തുകൾ മരിക്കുവോളം നിലനിൽക്കണം. അല്ലാതെ കുറച്ച് നാൾ ഇരുന്നിട്ട് കാര്യമില്ല. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിനക്ക് കിട്ടുന്നത് 500 രൂപയാണെങ്കിലും അത് മരിക്കുന്ന കാലം വരെ കിട്ടുമ്പോഴേ അതിനകത്ത് ബറക്കത്തുണ്ടെന്ന് പറയുക, അതുകൊണ്ട് പ്രയോജനമുണ്ടെന്ന് പറയുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ സഹായം വേണോ? അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ബറക്കത്ത് വേണോ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാ, ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്നറിയുമോ? 2 റക്അത്ത് നമസ്കരിച്ചിട്ട് അള്ളാഹുവിന്റെ മുന്നിൽ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ തുടങ്ങണേ. അള്ളാഹുവിന്റെ മുന്നിൽ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് തുടങ്ങിയാ അള്ളാഹു നിങ്ങൾക്ക് ബറക്കത്ത് ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിനോട് പറഞ്ഞിട്ട് തുടങ്ങണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ ചോദിക്കാറില്ലല്ലോ, വീടിന് കുറ്റിയടിക്കുമ്പോൾ ആരോടാ ചോദിക്കുക? ആദ്യം പോയി എവിടെങ്കിലൊക്കെ കണ്ട് ക്ലിയറാക്കി പ്ലാനൊക്കെ വരച്ചു, നമ്മളൊക്കെ കന്നിമൂലയും തീരുമാനിച്ചു, നമ്മൾ അങ്ങോട്ട് അടിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കും. ഓരോ കാര്യങ്ങളിൽ ഇതൊക്കെ ഉണ്ട് സഹോദര. എല്ലാ കാര്യങ്ങളിലും ഇതൊക്കെ വെറുതെ ഉസ്താദന്മാര് പറയുന്നതല്ല, ഇതിനകത്തൊക്കെ ചില സത്യങ്ങളുണ്ട്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു സഹാബി കടന്നു വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ എൻ്റെ കുടുംബ വീട്ടിൽ ഞാനും എൻ്റെ മാതാപിതാക്കളും ഭാര്യയും മക്കളും എല്ലാവരും സന്തോഷത്തോടു കൂടി ഒരു വീടിനകത്ത് കഴിഞ്ഞിരുന്നു. ഞാൻ സ്വന്തമായിട്ടൊരു വീട് വെച്ചു. ഞാൻ താമസം മാറി. എൻ്റെ മകൻ മരിച്ചുപോയി, എൻ്റെ ഭാര്യ രോഗിയായി, എൻ്റെ സമ്പത്ത് മുഴുവൻ തകർന്നുപോയി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ പോയിട്ട് ആവലാതി പറഞ്ഞ സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ആ വീടങ്ങ് വിട്ടേക്കാനാ. എൻ്റെ പ്രിയപ്പെട്ട, ഇതൊക്കെ ചരിത്രമാണല്ലോ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും തബൂക്ക് യുദ്ധം കഴിഞ്ഞാണെന്ന് തോന്നുന്നു, ഹുനൈൻ യുദ്ധമാണെന്ന് തോന്നി, ഒരു യുദ്ധം കഴിഞ്ഞു മടങ്ങി വരുമ്പോ സ്വഹാബികൾ പറഞ്ഞു, നബിയെ, വല്ലാത്ത ക്ഷീണമാണ്, എല്ലാവർക്കും ഒന്ന് റെസ്റ്റ് എടുക്കണം. അങ്ങനെ ഒരു മലഞ്ചെരിവിൽ ഒരു സ്ഥലത്ത് സ്വഹാബികളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും റെസ്റ്റ് എടുക്കാൻ വേണ്ടി കടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞെട്ടി ഉണർന്നപ്പോൾ സുബഹിയുടെ സമയം കഴിഞ്ഞു. സുബഹി നമസ്കാരത്തിന്റെ സമയം കഴിഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചിട്ട് ചോദിച്ചു, എന്തുകൊണ്ട് നീ ബാങ്ക് വിളിച്ചില്ല? എല്ലാവരുടെയും നിസ്കാരം കളയായല്ലോ, എന്തുകൊണ്ടാണ് നീ ബാങ്ക് വിളിക്കാഞ്ഞത്, എഴുന്നേക്കാഞ്ഞത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചപ്പോൾ ബിലാൽ തങ്ങൾ പറഞ്ഞു, നിങ്ങളെ ഉറക്കിയ അല്ലാഹ് തന്നെ എന്നെ ഉറക്കിയേ. നിങ്ങൾ ആരാണ് ഉറക്കിയത്? ഞാൻ തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, എല്ലാവരും വാഹനത്തിൽ കയറ്, ഇവിടെ നിൽക്കരുത്, ഈ സ്ഥലത്ത് നിൽക്കരുത്, എല്ലാവരും വാഹനത്തിൽ കയറ്. ധൃതി കാണിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും വാഹനത്തിൽ കയറി പോകാൻ തയ്യാറായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, എന്തിനാ ഇത്ര ധൃതി കാണിക്കുന്നത്? അപ്പോഴാണ് മുത്തുനബി പറഞ്ഞത്, നമ്മുടെ എല്ലാവരുടെയും സുബഹി ഖളാ ആയിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലത്ത് ശൈത്താനിന്റെ സാന്നിധ്യമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, ചില സ്ഥലങ്ങളിൽ ശൈത്താനിന്റെ സാന്നിധ്യമുണ്ട്. അപ്പൊ ചില കാര്യങ്ങൾ അതാണല്ലോ, ചിലരൊക്കെ വീട് വെച്ച് താമസം മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ രക്ഷപ്പെടും, ചിലപ്പോൾ അത് വലിയ പരാജയമാണ്. ചില വാഹനം എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ, ചില ബിസിനസ്സിൽ പോയി തലകിട്ട് കഴിഞ്ഞാൽ അങ്ങനെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഖൈറും ഷർറും അറിയാത്തൊരു വിഷയമായതുകൊണ്ട് ആദ്യമായിട്ട് ചെയ്യേണ്ടത് 2 റക്അത്ത് നിസ്കരിച്ചു ദുആ ചെയ്യുക. 3 കാര്യങ്ങളിലാണല്ലോ നമുക്കറിയാം, 3 കാര്യങ്ങളിൽ ഷർറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് താമസിക്കുന്ന വീട്ടിൽ ചെറിയ പ്രശ്നമുണ്ടെന്ന ഷെറുണ്ടെന്ന. ചിലർ വീടിനകത്തേക്ക് താമസം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സമാധാനമില്ല, വലിയ പ്രയാസവും. ഈ അടുത്ത് ഞാനിവിടെ നിങ്ങളുടെ പരിസരത്തൊരു സ്ഥലത്ത്, ഞാൻ സ്ഥലം പറയുന്നില്ല, ഒരിടത്ത് പോയി. ഇപ്പൊ എനിക്കറിയുന്ന ഒരു ചെറുപ്പക്കാരൻ, അവന്റെ വീട് കാണിച്ചു തന്നു. ഉസ്താദ്, ആ കിടക്കണത് എൻ്റെ വീടാ. അവന്റെ ഉപ്പ മരണപ്പെട്ടു. ആ വീട് പണി തീരുന്നതിന് മുമ്പ് എല്ലാവരും കൂടെ അതിനകത്ത് കയറി. അവന്റെ ഉപ്പ മരണപ്പെട്ടു. ഉമ്മ ഇദ്ദയിരുന്നത് ഇപ്പുറത്തെ വീട്ടിൽ വന്നു, കുടുംബ വീട്ടിൽ വന്ന് ഇദ്ദയിരുന്നു.
എൻ്റെ പ്രിയപ്പെട്ടവർ, അത് കഴിഞ്ഞ് ഉമ്മ എന്തായാലും പോയി താമസിക്കാം, വാപ്പ കടന്ന വീടല്ലേ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി ഉമ്മയും മരിച്ചു. അതാ ചില വീട് ഇന്നും ആ വീട്, ഞാൻ 2 ദിവസം മുമ്പ് ആ വീട് കണ്ടു, പൂട്ടിയിട്ടിരിക്കുകയാണ്. ചില വീടുകൾ അങ്ങനെയാണ്. ചില വീട് ചിലർക്ക് ബറക്കത്തില്ലാത്തതാണ്. അതുകൊണ്ട് വീടുകൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ചില ഷർറുകളുള്ള വീടുകളുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2 വാഹനം, ചില വാഹനം എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും വർക്ക്ഷോപ്പിൽ കിടക്കും. നീ റോഡിന്റെ സൈഡിൽ ഇട്ടാൽ ആ വണ്ടി വന്ന് ഇടിയോടെ ഇടി. വർക്ക്ഷോപ്പുകാരൻ ജീവിക്കുന്നത് തന്നെ ആ വണ്ടി കൊണ്ടായിരിക്കും. നിന്റെ വണ്ടി അവനെ കാണുമ്പോൾ തന്നെ അള്ളാഹ് ഇന്നത്തേക്കുള്ളതായി. ഇതെങ്ങനെ? ചില വണ്ടിയിലും അശുഗനം ശകുനമുണ്ടെന്ന. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ വണ്ടി നിനക്ക് നല്ലതല്ല, വിറ്റേക്കണം, വേറെ വണ്ടി എടുക്കുക. അത് വേറെ ആർക്കോ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത്. ഇപ്പൊ വീട് വിറ്റാൽ പ്രശ്നം തീരും, വണ്ടി വിറ്റാലും പ്രശ്നം തീരും. മൂന്നാമത്തെ ഒരു കാര്യമുണ്ട്, എന്നോട് ദേഷ്യം തോന്നരുത്, നീ കെട്ടിയ പെണ്ണിലാണ് മൂന്നാമത്തെ വിഷയം. ചില പെണ്ണുങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ വലിയ സന്തോഷമാ. ചിലർ പറയാറുണ്ട്, എന്നാണോ നീ എൻ്റെ വീട്ടിൽ കയറി വന്ന അന്നത്തോടുകൂടി എൻ്റെ കാര്യം പോയെന്ന്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ പെണ്ണുങ്ങളെ കുറ്റം പറയണില്ല. ചില പെണ്ണുങ്ങൾ വീട്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ അതിലൊരു ബറക്കത്താണ്. അങ്ങനെയുള്ള എത്രയോ പേരുടെ അനുഭവങ്ങൾ നമുക്കറിയാം. എന്നാൽ ചിലര് നമ്മൾ തന്നെ പറയാറുണ്ട്, അപ്പൊ വീടാണെങ്കിലും വിൽക്കാം, വണ്ടിയാണെങ്കിലും വിൽക്കാം, ഇവരെ തലാക്ക് പറഞ്ഞാൽ ഉണ്ടയും തിന്നാം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വണ്ടിയാണെങ്കിൽ നമുക്ക് വിറ്റ് പരിഹാരം കാണാം. അപ്പൊ ചോദിക്കും, ഉസ്താദ് ഞങ്ങൾ എന്ത് ചെയ്യാനാ? എടാ, പെണ്ണ് കെട്ടേണ്ട സമയത്ത് പെണ്ണ് കാണാൻ പോയപ്പോൾ നിസ്കരിച്ചിട്ട് പോകണമായിരുന്നു. അത് നിന്റെ തെറ്റ്. നീ പെണ്ണ് കാണാൻ പോകുന്ന സമയത്ത് നേരെ ചൊവ്വ പോയിരുന്നെങ്കിൽ ഇങ്ങനെ വരില്ലായിരുന്നു. ഇനിയിപ്പൊ നീ അനുഭവിക്ക്. നിനക്ക് അല്ലാഹു അയ്യൂബ് നബിയുടെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇനി മുതലെങ്കിലും എന്ത് കാര്യം ചെയ്യാൻ തീരുമാനിക്കുമ്പോഴും ആദ്യം 2 റക്അത്ത് നിസ്കരിച്ച് അള്ളാഹിനോട് പറ. അതുകൊണ്ടാ പണ്ടുള്ളവര് എന്ത് കാര്യത്തിന് പോകുമ്പോഴും പള്ളി വന്ന് നിസ്കരിച്ചിട്ടേ പോകത്തുള്ളൂ. അത് ഏത് കാര്യത്തിനാണെങ്കിലും അങ്ങനെ. പള്ളിയിലല്ലെങ്കിലും 2 റക്അത്ത് നിസ്കരിച്ചിട്ടേ പോകത്തുള്ളായിരുന്നു. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.